നമ്മൾ ഇന്നൊരു പുതിയ മൂഡായിട്ടാണ് ഗെയ്സ് വന്നേക്കുന്നത്. ഗെയ്സ് ഇത് സർവൈവൽ ആണെങ്കിൽ മൂടാന്ന് നിങ്ങൾക്ക് അറിയാം. ഗെയ്സ് മീൻസ് ഡയമണ്ട്, ഇൻസ്റ്റാ ഹാർമിങ്, നമുക്ക് കിട്ടി മോൺസ്റ്റർ സ്പോണർ. ഗെയ്സ് എനിക്ക് ഇത് ഇപ്പോഴും മനസ്സിലാത്ത എന്തുവാ, മോൺസ്റ്റർ സ്പോണറിനാണെങ്കിൽ ടെക് സ്പോണൊക്കെ വേണം അല്ലേ? അങ്ങനെയല്ലേ? ഇതിങ്ങനെ വെച്ച് പൊട്ടിക്കാൻ പാടാ. ഫസ്റ്റ് നമുക്കൊരു ടൂൾ സെറ്റ് ചെയ്യണം. ഇപ്പോഴും അറിയാത്ത കാര്യം ഇതാ, അതായത് സ്ഥലം മാറ്റി പിടിക്കാൻ പോയാ. അപ്പം നമ്മുടെ ഇരിക്കുന്ന ഇതുകൊണ്ട് പ്ലാങ്ക്സ് പണിഞ്ഞ് 4 സ്റ്റിക്കാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഉണ്ടാക്കി കാണുന്നു. നമുക്ക് നമ്മളൊരു ഇനിയും ഉണ്ട് വുഡ്. വീണ്ടും പ്ലാങ് ഉണ്ടാക്കി ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇത് വെച്ച് സോഡ് ഉണ്ടാക്കാൻ പോരാ. എൻ്റെ അറിവിൽ ഇങ്ങനെയല്ലേ സോഡ് ഉണ്ടാക്കണ്ട? സോഡ് കഴിഞ്ഞ് പിക്കാക്സ്. കത്തിട്ട് ആക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് നോക്കട്ടെ. ആക്സ് ഉണ്ടാക്കാൻ ഒരു സ്റ്റിക്കും കൂടി. ഇത് മതി. പിന്നെ ഇതിൽ കയറി ആക്സ് എടുത്ത് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ അഡ്വഞ്ചർ മോഡിലിട്ടേക്കുന്നു. അഡ്വഞ്ചറാണോ സർവൈവലാണോ? സർവൈവൽ മോഡല്ല, അഡ്വഞ്ചർ അല്ല. ഈ അഡ്വഞ്ചർ മോഡിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിട്ട് കളിച്ചവർക്കറിയാം. ഞാൻ സ്പോട്ട് മാറ്റി പിടിക്കാം. ഇവിടെ മോൺസ്റ്റർ സ്പോണർ ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ഉപയോഗവും ഇല്ല. അല്ല ഓപ്പി ബ്രെഡ് ആയാണ് ബ്ലോക്ക്. ഇപ്പോഴൊരു ഓപ്പി സാധനം കിട്ടി. ഒരു ലക്ക് ലക്കല്ലേ ഇത്? ശകുന ബ്ലോക്ക് ഓഫ് എമറാൾഡ്. ഇത് നമുക്ക് എമറാൾഡ് എല്ലാം കൂടെ ട്രേഡ് ചെയ്യാം വില്ലേജസിന്. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇപ്പം നോക്കട്ടെ, ഇപ്പം നമുക്ക് ഏത് ബ്ലോക്കാണ് കിട്ടിയത്? ഫുൾ ഇപ്പം നമുക്ക് ആവശ്യം ഗൈസ്. ഇപ്പം നമ്മുടെ ഇരിക്കുന്നതെല്ലാം ഞാൻ റിസോഴ്സസ് ആക്കി എടുക്കട്ടെ. മോനെ ഡയമണ്ട് സെറ്റ് റെഡ് അതല്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് സോഡ് കാണും. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പറയാൻ പറ്റത്തില്ല, ഓരോ വരിക. നമ്മുടെ ഇതെല്ലാം മാറ്റി ഡയമണ്ട് ആക്കണം. പറ്റുമായിരിക്കില്ല, അതിനാക്കാൻ പറ്റത്തില്ലേ? ഈ സ്റ്റിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കയറിയ ഡയമണ്ട് ഡയമണ്ട് ഹെൽമെറ്റ്, അയൺ ചെസ്റ്റ് പ്ലേറ്റ്, ഒരു നിക്കർ, ഒരു ഹെൽമെറ്റ്. രണ്ടായിരം ഹെൽമെറ്റ് ഉണ്ടാക്കിയോ? എന്തായാലും ഹാഫ് പ്രൊട്ടക്ഷൻ നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ പിക്കാക്സ് ഉണ്ടാക്കും. ഞാൻ പിക്കാക്സ്
അയൺ പിക്കാക്സ് കോൾ ഇട്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ആ വല എനിക്ക് ഇഷ്ടമല്ല. ആ വല കൊണ്ട് എന്ത് ഉപയോഗമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഉപയോഗവും ഇല്ല. ഈ എന്തോ പണിയാ അല്ലേ? ടൈറ്റുണ്ട്. ടൈറ്റിന് എൻചാൻറ്റഡ് ആയിട്ടുള്ള എന്തുവാ മോനെ? ഒരു തണ്ടർ സ്റ്റോണിന് വേണ്ടി കാത്തിരുന്നാൽ മതി മോനെ. ഒന്ന് തിരിച്ചു വരുമോ നോക്കട്ടെ. മറ്റേ കാറ്റഗറിയുടെ ഷീട്ടില്ലേ, അത് നടക്കും. പോയ ഓപ്പി സാധനം. അയ്യോ അയ്യോ അയ്യോ. ഓപ്പി മോനെ, ഓപ്പി സാധനം കിട്ടത്തില്ല. തിരാഴ്ച ഇത്ര ഓപ്പിയുള്ള സാധനം ഈ ചാനലിൽ ഇതില്ലേ, അത് നമ്മൾ എത്ര എൻജാൻ ചെയ്താലും കിട്ടത്തില്ല. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇറങ്ങി തണ്ടർ സ്റ്റോണിന് കാത്തിരുന്നാൽ മതി. ക്രീപ്പറിൻ്റെ തലകെടുത്തിടാം. ലാപ്പസ് വേണമല്ലേ ഇനി. ഇതെല്ലാം ഓപ്പി എന്ന് പറഞ്ഞ മക്കളെ. മോനെ, ഓപ്പി എന്ന് പറഞ്ഞ ഓപ്പി സാധനങ്ങളാണ് കിട്ടുന്നത്. കാലത്തെ ഏതെടുത്താലും ടൈറ്റൻ്റ്. മതി. ഇതെന്ന് പറയുമ്പം തിരിഞ്ഞു വരും. ഓക്കെ, തിരിഞ്ഞു വരും. നോക്കട്ടെ, ഓരായിട്ട് കുറേ ദൂരെടുത്ത് ഇടണ്ട. എന്നാലും മോനെ എല്ലാം തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ എത്ര ഗോൾഡുണ്ട്? 6 ഗോൾഡുണ്ട്. ഇപ്പം നമുക്ക് തോന്നുന്നു ഇത് പണിയാണ്. പക്ഷെ കയറി വുഡൻ സോഡ് വേണ്ട. അതിന് പകരം ഡയമണ്ട് പിക്കാക്സ്, ഗോൾഡ് പിക്കാക്സ്. വേറൊന്നും പണിയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ക്രാഫ്റ്റ് ചെയ്തല്ലോ. അടുത്ത് സ്റ്റോൺ വേണം. സ്റ്റോണിന് മുമ്പ് പൊളിക്കട്ടെ. എന്തെല്ലാം ഉണ്ടായിട്ട് ഇത് പൊളിക്കാൻ പാട്. സ്റ്റോൺ വേണമല്ലോ. വാട്ടർ കേവ് പോയി നോക്കാം. ഇതിൽ ഓപ്പുണ്ട് റിജിഡിറ്റി എന്ന് പറയുന്ന. അതാണ് റിജിഡിറ്റി എന്ന് പറഞ്ഞതല്ല, അതാണ്. ഞാൻ എങ്ങനെയാലും ചാവും, മുങ്ങിച്ചാവത്തില്ല. ഇതൊരു നാണക്കേടാണ്. ഭയങ്കര കളിക്കും. ബ്ലോക്ക് ഓഫ് വേണമൊക്കെ അത് വേണം. കോള് മുഖ്യം. ഇനി നമുക്ക് സ്റ്റോൺ ഇനി മല കുത്തിപ്പൊളിക്കണം. അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് ഡയറക്ഷൻ. പക്ഷേ നമ്മളയോട് കിട്ടുമ്പോൾ നമുക്ക് ഏത് സാധനങ്ങൾ കിട്ടും. സ്റ്റോൺ കിട്ടും. നമ്മളെങ്ങനെ തിരിച്ച് പോവും? നമ്മുടെ 5 ഉണ്ട്. ഇതായല്ലോ സ്റ്റെപ്പ് 4 ഇത്. കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാം. ഇത് നമ്മുടെ നേരേക്കുന്ന ഈ ബ്ലോക്ക് അല്ലേ. അയ്യോ, അങ്ങനെ ഇത് പൊളിഞ്ഞു. സമയം എടുക്കുന്നു. പിന്നെ കിട്ടിയ സ്റ്റോണെല്ലാം കളയേണ്ടി വരുമോ? ഇല്ല, നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്നെല്ലാം മാക്സിമം എടുക്കാൻ പറ്റുന്നല്ലോ എടുക്കാം. ആമേ നമുക്ക് പറയാം. 15 ഉണ്ട്. നമ്മൾ 15 ഇത് താര വന്നില്ല. ഡോട്ടുണ്ട് ഇതിലേറി. ഗൈസ്,
എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. കൈകൊണ്ട് വിളിക്കുന്നതിന് ഇത്ര സമയം. ഇന്നൊരു ചീറ്റിങ്ങും ഇല്ല. ടോർച്ച് ഉണ്ടാക്കണം. ഈ ടോർച്ച് വേണ്ട, ബിക്കോസ് നമ്മളിപ്പം ടോർച്ച് കൊണ്ട് എത്ര സെക്യൂർ ആവുന്നു അത്ര സെക്യൂർ ആണ്. ഒപ്പിന്ന് ഇപ്പം നമുക്കെല്ലാം കിട്ടിയ സാധാ ഒപ്പല്ലോ, ഗോൾഡ് ലെവൽ ഒപ്പി സാധനങ്ങളാണ്. ഓക്കെ, നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു 5 എണ്ണമായാലും വേണം. ഫർണസ് ഉണ്ടാക്കാൻ 5 കൂടുതൽ വേണം. ഒരു വാട്ടർ ബക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോഡ് വീഡിയോ ആണോ ഇഷ്ടം, അല്ലാതെ നിങ്ങൾ ഹാർഡ് കോർ സീരീസ് വീഡിയോ ആണോ ഇഷ്ടം? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോഴും പറയാൻ വന്ന ഗൈസ്, ഇത് കാലത്തെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നെങ്കിൽ ഒന്നും പറയണ്ട. എൻ്റെ അനിയത്തി അടുത്ത് നിന്ന് ഉറങ്ങുന്നുണ്ട്. ഈ ബ്ലോക്ക് ചാടി വയ്ക്കാനാണ് പാടാണ് ടച്ച്. ഓക്കെ, ഇത് ഒരെണ്ണം മാത്രം എടുക്കണം. പക്ഷെ ഗോൾഡ് വെക്കാൻ കൊച്ച്. ഇതാണ് ഈ രാത്രി ഇറങ്ങളൊക്കെ വരാം. അപ്പോൾ ഒരു ബെഡ് സെറ്റ് ചെയ്യാനായിരുന്നു. ദൂരെ നിന്ന് അടിക്കാം. ഞാൻ പോയാ പിന്നെ എനിക്ക് വയ്യ അടികൊണ്ട് ചാവാനൊന്നും. ഇതായിരിക്കും രാത്രി ആവുന്ന ഇഷ്ടമല്ലാത്ത മൈൻക്രാഫ്റ്റ് സീരീസിൽ. ഇപ്പം ചത്തോളും, ചത്ത റീസ്പോൺ ആവും. പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ രാവിലെ ആവുന്നൊരു വെള്ളത്തിൽ കിടക്കണം. ഈ ബെഡ് എന്തായാലും ഉണ്ടാക്കണം, അത്യാവശ്യം. ഈ ദുരിതന്മാരെ വൂള് നോക്കും പോരെ. നമ്മളിപ്പോൾ എന്തോ ഉണ്ട്, വൂളില്ല, ഓക്കുമില്ല. അപ്പം നാളെ നേരം വെളുക്കുമ്പം നമുക്ക് സോംബിനെ വെള്ളത്തിൽ ഇറക്കാം. സോംബീസിൻ്റെ വീക്ക്നെസ് വെള്ളം. ഇനി ലൈഫിൻ്റെ അമ്മേനെ വിളിക്കുന്നു. ഗൈസ്, ഞാൻ ഇപ്പം നമ്മൾ രാത്രിയിലെ ഒരുക്കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. പണിയെന്ന് പറഞ്ഞാൽ ലോക പണിയോ നമ്മളെ ചോടെ. അപ്പം ഞാൻ രാവിലെ ആയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ ബൈ. ക്രിയേറ്റിവിറ്റി മോഡലാണ് ഗൈസ്. കാര്യം സെർച്ച് ചെയ്യാൻ കാണിക്കാം ഗൈസ്. ഇപ്പം കാണിച്ചു തരാം ഇതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ. തണ്ടർ സ്റ്റോൺ അല്ലേ, കണ്ടാ മിന്നിലൊന്ന് അടിച്ചുണ്ടോ? അതാണ് ഗൈസ് ഇതിൻ്റെ ഗുണം. പക്ഷെ ചാനലും വേണം. പക്ഷെ ഈ ചാനലും കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ കൊണ്ടവൻ്റെ അടുത്ത് മിന്നിലടിച്ചാൽ ചത്തോളൂ. ഗോഡ് ഓഫ് തണ്ടർ ഇല്ല, അതിൻ്റെ പവറാണ് നമുക്ക്. ചാർജ് കീപ്പറായിട്ട് അത് ചത്ത. പക്ഷെ ഇത് നമ്മുടെ ഓവർ പവറാണ്. അതാ ഇതാരും ചാവ് നമ്മുടെ കൊണ്ട്. ബിക്കോസ് ഇത് ഓവർ പവർ. ചാനലിങ്ങിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഈ ശിവന്മാർ കണ്ടോ നമ്മളെ പുറകിട്ട കുറേ കണ്ട് ഓട്ടിച്ച. നമ്മൾക്ക് ഇന്നലെ ഇട്ടില്ലേ ഓവർ പവർ ആയതുകൊണ്ട് എന്തായാലും അത് ഉറപ്പാ. കണ്ട
ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ ചാനലിങ് ഫയർ പ്രൊട്ടക്ഷൻ അതെല്ലാം എടുത്തുള്ളൂ. കൊണ്ട് കിട്ടത്തില്ല, ചാറ്റ് ടേബിളിൽ പോലും കിട്ടത്തില്ല. ഈ റെയറാണ് കിട്ടണമെങ്കിൽ. ഇപ്പം നമുക്ക് മണ്ടക്കോട്ടൊന്ന് പിടിച്ച് ഈ സ്കെൽട്ടൻ ഹോസിനാണ് ഇടുന്നത്. ജോക്കിനെ കിട്ടും. ഈ ക്രീപ്പർ മിന്നിലടിച്ച് സുഖമായോ. ഈ ശിവനാണ് കറിഞ്ഞൂടെ കറക്റ്റ് ആരെയാണ് അടിക്കേണ്ടതെന്ന്. ജോക്കിയോ ഒരു വെള്ളത്തിലായതുകൊണ്ട് എന്തായാലും എഫക്റ്റ് വീഴത്തില്ല. പക്ഷെ അവനെ കിട്ടി വരും. അപ്പം കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും പാവം. കണ്ട ഇപ്പോൾ സോമ്പി ഡ്രോൺ ചെയ്തുണ്ട്. ബിക്കോസ് ഒരു വാട്ടറിൽ സ്ലോ ആയിരിക്കും. ഞാൻ നമ്മുടെ കണ്ടന്റ് എല്ലാം വിട്ട് മാറുന്നു ഉണ്ടോ തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എടുക്കാനുള്ള സാധനം ബെഡ് അല്ലെങ്കിൽ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൊണ്ട് ചത്ത് പോയാൽ തിരിച്ച് വരണ്ടേ. ഈ ബെഡ് എടുത്ത് ഇവിടെ വയ്ക്കാം. വല്ലവനെ ഞാൻ ചാവത്തൊന്നും ഇല്ല, പക്ഷെ ഇടി വെട്ടി ഇതാ സീനോ. ക്ലിയർ ടൈം ഡേ. ഓക്കെ, ഇനി നമ്മൾ സെറ്റിങ്സിൽ കയറി സർവൈവൽ ഇടല്ലോ. സർവൈവൽ ഇട്ടാൽ നമുക്ക് റീജനറേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അഡ്വഞ്ചർ ഇടണം. ഇതാകുമ്പോൾ നമ്മുടെ ഇതെന്ന് പറയുമ്പം റീജനറേഷൻ എന്ന് പറയുമ്പം വിചാരിക്കുന്ന കണക്കല്ല. കേസ് കണ്ടല്ലോ ഇതിൻ്റെ ഗുണം. ഒരു ഇടിയെല്ലാം വെട്ടുമ്പം ഇപ്പം വർക്ക് ചെയ്യത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്. അൺബ്രേക്കിംഗ് കൊണ്ട് ഇംപ്ലൈ ലോയാലിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു പാവ ജീവി. പാവമല്ല ഇവന്മാരൊന്നും. ഞാൻ കൊല്ലും. ഇവ നേരത്തെ ചത്ത ക്രിയേറ്റീവ് മോഡില് ഇവ തീ മൂടി ചത്ത സീഡ് ചെലന്തിനെയും അവന്മാരെ മാത്രം പേടിച്ചാൽ മതി. ഒരടി നമ്മളെല്ലാം ഒരു അടിക്ക് പോലും ഇല്ല, എന്നിട്ട് അമ്മയുടെ ചോറിയാൻ വരും. എനിക്ക് മീറ്റ് എടുക്കട്ടെ, നമുക്ക് ഫുഡ് വേണം. ഞാൻ പൊട്ടനാണോ ഗൈസ്? ഞാൻ നേരത്തെ ക്രിയേറ്റീവ് മോഡ് എടുത്തപ്പോൾ വല്ല ഫുഡ് എടുത്തിട്ടായിരുന്നു. ഈ പിക്കിന് അടിച്ച് വെച്ചിട്ട് പാടാ. നല്ല സ്പീഡുണ്ട്, ഡാഷ് ചെയ്തു. സോറി ഗൈസ്, ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. റാം കുറഞ്ഞ ഫോണാണ് ഗൈസ്. ഇത് എൻ്റെ ഫോണല്ല. എൻ്റെ ഫോൺ ലാഗ് അത്രയും വരത്തില്ല. ലാഗ് ഉണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല, ലാഗ് വരും, പക്ഷെ ഇത്രയും വരത്തില്ല ഗൈസ്. ഇതിൻ്റെ ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മയുടെ ഫോൺ എടുത്താൽ കളിക്കുന്നത് ഗൈസ്. എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഗൈസ്. നിങ്ങൾക്കും വീഡിയോയും ചെയ്യണം. അതാ ഗൈസ് ബ്ലോക്ക് അയൺ മൊത്തം ഇതാക്കട്ടെ. 9 അയണിങ് കട്ട് അല്ല 27 അയണിങ് കട്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വയ്ക്കും. എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വയ്ക്കാൻ പറ്റാത്ത കണ്ട ഗൈസ്. ബഗ്ഗാവുന്നുണ്ട് ചില സമയത്തെല്ലാം. ശരിയാവാ ഗൈസ്. കണ്ട ഗൈസ്, ഈ ഹാങ് ആവുന്നുണ്ട്. എൻ്റെ ഫോണിലാകുമ്പോൾ ഇച്ചിരിയും കൂടെയും ഇതാ അപ്ഡേറ്റഡ് ആയതുകൊണ്ട്. മരം വെട്ടാൻ പറ്റുമോ? നമുക്ക് മരം ഞാൻ എവിടെ കണ്ട ഗൈസ്. വെട്ടാനല്ല പറ്റും, അത് ബിക്കോസ് ഡിഫറെൻറ്റിന് ഗീസ്. ഇത് വൈറ്റ് ഡേ ചെയ്യുന്ന പോവല്ലേ ഗീസ്. ഇപ്പോൾ സൂര്യൻ ഏത് ഡയറക്ഷനാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മൈൻക്രാഫ്റ്റിൽ? നിങ്ങൾ പറയാം ആ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ, ആ ഡയറക്ഷൻ അല്ല ഗീസ്. ഈ സൺഫ്ലവറിനെ നേരെ നോക്കിയാൽ മതി. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പം അങ്ങോട്ടാണ് സൂര്യൻ. കണ്ട ഗൈസ്, ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡ് കഴിക്കല്ലേ? എന്താ പിന്നെ ഇതൊന്നും വയ്ക്കാൻ പറ്റാത്ത? അപ്പോൾ നമുക്ക് 6 ബോൺ മീൽ ഉണ്ടാക്കാം. കുഴപ്പമില്ല, വേണം 6 ബോൺ മീൽ വേണം. എന്നിട്ട് 99 പ്ലസ് ഇതായത് കാർപ്പറ്റ് അല്ലേ? അപ്പോഴേ തോന്നി ഗൈസ്. നമ്മളെ ആർമർ ഫുള്ളല്ല, നമ്മളതിൽ പൊന്തലുണ്ട് ബോഡിയിൽ.
ഗൈസ് ഇനി ബൂട്ടും വേണം ഷീൽഡും വേണം ഗൈസ്. ഗൈസ് ഇതിൻ്റെ പാട്ടുമായിട്ട് പിന്നെ കാണാം ഗൈസ്. ഇന്ന് ഇച്ചിരി ലോങ് ആയിപ്പോയി എന്ന് വിചാരിക്കുന്നു ഗൈസ്. അടുത്തോട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇടുന്നത്. ഷോർട്ടല്ല, ചെറിയൊരു 8 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം വീഡിയോ ഗൈസ്. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ടല്ലോ. ഇതൊക്കെ ടോപ്പ് ഇമോട്ട്സ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അതൊക്കെ എല്ലാ ദിവസവും ഇടുന്നേമായിരിക്കും. ഓക്കെ ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് സർപ്രൈസ് കാണിച്ചു തരാം ഗൈസ്. ബൈ. നമ്മൾ പറയത്ത് മാത്രമല്ല അത് ചെയ്തും കാണിക്കും. ബൈ ഗൈസ്. സുഖം. ബൈ ബൈ ഗൈസ്. എന്തായാലും നമ്മൾ അടുത്തോട്ട് ഇടിയായിരിക്കും. പിടിയുണ്ട. ബൈ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും ഗൈസ്. ബൈ ബൈ. ഓക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പറഞ്ഞാൽ മതി.